മെയിൻ എക്സാംസിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനങ്ങൾ ഒന്നാണ് ഇന്റഗ്രേഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇത് വെച്ചുള്ള സൊല്യൂഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓർഡർ ഫസ്റ്റ് 1 ആണ്, ഡിഗ്രി എന്തോന്നാണ് 1 ആണ്. അങ്ങനത്തെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അത് ചെയ്യാനുള്ള മെത്തേഡാണ് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. dy by dx plus p into y is equal to q. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം. ഓക്കെ, ഇങ്ങനെ ഒരു ഫോമിൽ നമ്മൾ ഒരു ഇക്വേഷനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഫോമിലുള്ള ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. നോക്കാം, ഇതിനകത്ത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to integral p into d into x. വൈയുടെ കൂടെ ആരാണോ നിൽക്കുന്നത് അയാളുടെ ഇന്റഗ്രൽ എടുക്കണം, എന്നിട്ട് അത് എന്തിന്റെ പവർ ആക്കി എഴുതണം, ഇ റേസ് ടു അതിന്റെ പവർ ആക്കി എഴുതണം. ഇതിനകത്ത് പിയും ക്യൂവും ഒരു കാരണവശാലും വൈയുടെ ആൾക്കാരാകാൻ പാടില്ല. ഈ പിയും ക്യൂവും നോട്ട് കമ്പോണൻസ് ഓഫ് വൈ ബട്ട് കമ്പോണൻസ് ഓഫ് എക്സ്. എക്സിന്റെ കമ്പോണൻസ് ആകാം, എക്സിന്റെ കമ്പോണൻസ് ആകാം, പക്ഷെ വൈയുടേതാകാൻ പറ്റുമോ? വൈയുടേത് പറ്റത്തില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എഴുതണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dx. നിങ്ങൾ ഇത് എഴുതുന്നതിന് തന്നെ നിങ്ങൾക്ക് 2 മാർക്കെങ്കിലും മിനിമം തന്നിരിക്കണം, കാരണം ഈ ഇക്വേഷൻസിന് മാർക്കുണ്ട്. അപ്പൊ ചിലപ്പോൾ 1 വേർഡ് ഒക്കെ ആയിട്ട് ഇന്റഗ്രേഷൻ ഫാക്ടർ ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഫൈൻഡ് ദ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം നോക്കുന്നു, ഇക്വേഷൻ നോക്കുന്നു. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ടുള്ള ഏകദേശം ഒരു രൂപമുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഉറപ്പുവരുത്തണം ഈ ഇക്വേഷൻ എന്തോന്നാണ്, ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണെന്ന്. ഫസ്റ്റ് ഓർഡർ ആണല്ലോ. ഓക്കെ, ഓർഡറും ഡിഗ്രി നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഡിഗ്രി എന്തോന്നാണ് 1 ആണ്. therefore this equation is first order first ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ ഓഫ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ എന്തോന്നാണ്, dy by dx plus py is equal to q എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ പിയും ക്യൂവും കണ്ടുപിടിക്കണം. പി എന്തോന്നാണ്, വൈയുടെ കൂടെ നിൽക്കുന്നതാണ് പി. ഓക്കെ, വൈയുടെ കൂടെ നിൽക്കുന്നതാണ് പി. വൈയുടെ കൂടെ ഇവിടെ ആരാണ്, ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചു നോക്കിയാൽ dy by dx plus 1/x into y എന്നാണ് സംഭവം, ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പൊ നമുക്ക് കിട്ടി പി എന്ന് പറയുന്ന എന്തോന്നാണ് 1/x ആണ്. അതോടൊപ്പം തന്നെ ക്യൂ എന്തോന്നും കിട്ടി, സൈൻ എക്സ് എന്നും കിട്ടി. ഇവിടെ പക്ഷെ ക്യൂവിന്റെ ആവശ്യമില്ല, കാരണം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇക്വേഷൻ എന്താണ്, ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. ഇനി ഇന്റഗ്രൽ പി ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് 1/x dx. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചേക്കണം. ഇന്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് മോഡ് എക്സ്. ഓക്കെ, മറക്കരുത്. അപ്പൊ ഇത് എന്തോന്നായിട്ട് മാറും, ഇ റേസ് ടു ഇന്റഗ്രൽ 1/x dx എന്ന് പറയുന്നത് ഇ റേസ് ടു ലോഗ് മോഡ് എക്സ്. ഇവിടെ നിങ്ങൾ പുതിയൊരു സാധനം കൂടെ പഠിക്കണം. ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നത് എന്തോന്നാണ്, എക്സ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇ റേസ് ടു ലോഗ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തോന്നാണ്, എക്സ് സ്ക്വയർ ആണ്. അതായത് ഈ ലോഗ് ഒന്ന് ക്യാൻസൽ ആയി പോകും, പിന്നെ അവിടെ എന്തോ ഉണ്ടോ അതങ്ങ് അതേപോലെ എഴുതണം. അപ്പൊ അതേപോലെ ആണെങ്കിൽ ഇവിടെ ഇത് എന്തോന്ന് വരും, മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് എന്ന് പറഞ്ഞാലും സെയിം തന്നെ നമ്മൾ എടുക്കുക. അപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തോന്ന് കിട്ടും, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്തോന്ന് കിട്ടും, എക്സ് എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കുന്ന സമയത്ത് സോൾവ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ടു വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഏകദേശം നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ആയ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈസ് ഈക്വൽ ടു ക്യൂ ഏകദേശം ഒരു സാമ്യമുണ്ട്. ആകെ ഉള്ള പ്രശ്നം എന്താണ്, ഡി വൈ ബൈ ഡി എക്സിന്റെ കൂടെ ഫ്രണ്ടിലായിട്ട് ഈ എക്സ് കയറി ഇരിപ്പുണ്ട്. ഇവന് വേറെ പണിയില്ലേന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഈ പണി അങ്ങ് ഇല്ലാണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോ ചെയ്യണം, ഈ ഇക്വേഷനെ ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ എക്സ്. എക്സ് കൊണ്ട് ഈ ടേമിനെ മൊത്തത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം, എല്ലാ ടേമിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇതെന്തോന്ന് വരും, എക്സ് ബൈ എക്സ് dy by dx plus 2y by x
ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എക്സ് എന്ന് വരും. ഈ എക്സും എക്സും ക്യാൻസൽ ആയിപ്പോ ഇവിടെ എന്തോന്നായിട്ട് വന്ന് ഡി വൈ ബൈ ഡി എക്സ്. ഹായ്, അതേപോലെ സാധനം വന്നു. ഇനി അടുത്തത് പ്ലസ് 2/x ഇൻറ്റു വൈ. ഇതെന്തിനാണ് ഇങ്ങനെ എഴുതിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈസ് ഈക്വൽ ടു ഈ എക്സ് ഇതിൽ നിന്ന് ഒന്നും കൂടെ പോയി എന്തോന്നായിട്ട് മാറും, എക്സ് എന്നായിട്ട് മാറും. ഇനി ഇവിടുന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ എന്തോന്നാണ് പി ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി എന്തോന്നാണ് 2/x ആണ്. ക്യൂ എന്ന് പറയുന്നത് എന്തോന്നാണ് എക്സ് എന്നും കിട്ടി. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തോന്നാണ് ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ 2/x dx. ഈ 2നെ നമുക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഇ റേസ് ടു 2 ഇൻറ്റു ഇന്റഗ്രൽ 1/x dx. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച് 1/x dx എന്തോന്നാണ് ലോഗ് മോഡ് എക്സ് ആണ്. അപ്പൊ IF അതായത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2 ഇൻറ്റു ലോഗ് മോഡ് എക്സ്. ഇവിടെ നമ്മൾ പുതിയ ഒരു സാധനം പഠിക്കും. 2 അതായത് എം ലോഗ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, ലോഗ് എക്സ് റേസ് ടു എമ്മിന് ഈക്വൽ ആണ്. ഓക്കെ, ഈ ഒരു സാധനം പഠിച്ചു വെച്ചേക്കണം. ഒരു സാധനം ഇൻറ്റു ലോഗ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് എക്സ് റേസ് ടു എം എന്ന് എഴുതാം. ആൻഡ് വൈസ് വേഴ്സസ്, അതായത് ലോഗ് എക്സ് റേസ് ടു എമ്മിനെ നമുക്ക് എന്തോന്ന് എഴുതാം, എം ഇൻറ്റു ലോഗ് എക്സ് എന്നും എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എന്തോന്നായിട്ട് മാറും, ഇവിടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ലോഗ് എക്സ് സ്ക്വയർ ആയിട്ട് മാറും. മോഡ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, എക്സ് സ്ക്വയർ ആയിട്ട് അങ്ങ് എഴുതാം. അപ്പം ഇനി ആലോചിക്കുക, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ലോഗ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ ഈ ലോഗ് വന്നാൽ പിന്നെ ബാലൻസ് ഉള്ളവന്മാർ മാത്രം നമ്മൾ എഴുതിയാൽ മതി. അതായത് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അതായത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് ഇവിടെ എത്ര കിട്ടി, എക്സ് സ്ക്വയർ കിട്ടി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇല്ല. ഇനി നമുക്ക് ഇവിടെ എഴുതേണ്ടത് സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ എഴുതി എക്സ് സ്ക്വയർ എന്ന് എഴുതി. ഇനി therefore the solution is എന്താണ് സൊല്യൂഷൻ, y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dx. ഓക്കെ, q എന്തോന്നാണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോന്നായിരുന്നല്ലേ, ഇവിടെ x ആണ് നമുക്ക് മറ്റേതിൽ കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇവിടെ y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്തോന്നാണ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് q എന്തോന്നാണ് എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിൽ എന്തോന്നാണ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഈ എക്സും എക്സ് സ്ക്വയറും കൂടെ ചേർന്ന് എന്തോന്നായിട്ട് മാറും, എക്സ് ക്യൂബ് ഡി എക്സ് എന്നായിട്ട് മാറും. വൈ ഇൻറ്റു എക്സ് സ്ക്വയർ എന്നാവും. അപ്പോൾ വൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ വരും, വൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തോന്ന് വരും, ഇന്റഗ്രൽ എസ് ക്യൂബ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു 4/4 പ്ലസ് സി എന്ന് വരും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഒറ്റ കാര്യം കൂടെയുള്ള, ഇനി ഇതിനെ നമ്മൾ നേരെ തിരിച്ചെഴുതിയാൽ നമുക്ക് കുഴപ്പമില്ല. വൈ എക്സ് സ്ക്വയർ മൈനസ് ഈ സാധനം ഇപ്പുറത്തോട്ട് വരുന്നത് എക്സ് റേസ് ടു 4/4 ഈസ് ഈക്വൽ ടു സി. ഈസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞൊരു ഫോമിലേക്ക് എഴുതുന്നു. നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇതുവരെ ഉള്ളത് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഭയങ്കരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിപ്പം എല്ലാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു എക്സ് അങ്ങനെ കയറി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 2x ആണ് കയറി വരുന്നതെങ്കിൽ മൊത്തം 2x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 2x സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ ഇതിനെ മൊത്തത്തിൽ 2x സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഇതനുസരിച്ചാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നല്ല ഇത് പഠിക്കണം കേട്ടോ. ഓക്കെ.